നടുക്കത്തെ ലൈനിൻ്റെ ഇപ്പുറത്ത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കുകയാണ്. ആ കിടക്കുന്നിടത്ത് കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ ചേട്ടനെന്ന് ആലോചിച്ച് എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ പേടി. ഞാനവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എൻ്റെ മുൻപ് എൻ്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട്. ആ വണ്ടിയാണ്, എന്താണ് സംഭവിച്ചത്, ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റി നിർത്തിയത്, അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി. അപ്പോൾ ആൾക്കാർ നോർമലി ആരാ എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമല്ലോ, അമ്മാതിരി ഇടിച്ചിട്ടാണ്. വണ്ടിയുടെ നിയന്ത്രണമല്ല, അവന് ബോധമില്ലായിരുന്നു. അപ്പോൾ ഈ ആളിനെ ആംബുലൻസൊക്കെ വരാൻ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കേട്ടല്ലോ ചങ്ക അലിയിക്കുന്ന വോയിസ് ക്ലിപ്പാണ്, നിങ്ങൾ കേട്ടു നോക്ക്. ആ മനുഷ്യൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് മരിച്ചത്. അത്രയ്ക്കും സ്പീഡായിരുന്നു അവൻ വണ്ടി ഓടിച്ചു. ഈ മനുഷ്യനെ കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ച നരകിച്ചാണ് ആ മനുഷ്യൻ മരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് ന്യായീകരിച്ച ആൾക്കാർ ഒരുപാട് പേര്, ഞാൻ ആ ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നിട്ട്